വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് സ്റ്റേജിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനേക്കാളും കൂടുതൽ സാധ്യത ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഓർത്തു വയ്ക്കുക, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ചെപ്പോക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ചെപ്പോക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഓർത്തു വെച്ചോണം, തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഓർത്തു വെച്ചോണം, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പൊ ഇവിടെ എന്താണ്? തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. എന്താണ്? രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത്. അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. ലോഹങ്ങളുടെ രാജാവ്. ഓപ്ഷൻ എ സ്വർണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം, അതായത് ബെസ്റ്റ് കണ്ടക്ടർ വെള്ളിയാണ് കേട്ടോ. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ്. സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിലുള്ള ഏക ലോഹം മെർക്കുറിയാണ്. ഓർത്തു വെക്കുക, സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിലുള്ള ഏക ലോഹം മെർക്കുറി. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ഓർത്തു വയ്ക്കുക, വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇപ്പൊ ഇവിടെ എന്താണ്? ലോഹങ്ങളുടെ രാജാവ് ആരാണ്? സ്വർണം. അതുപോലെ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിലുള്ള ഏക ലോഹം മെർക്കുറി. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളി. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഓപ്ഷൻ എ ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരുവിൽ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി EP രാജഗോപാൽ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? EP രാജഗോപാൽ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം കേട്ടോ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണിത്. ആരാച്ചാർ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് മീരയാണ് കേട്ടോ. അതെപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ആരാച്ചാർ എന്ന കൃതി രചിച്ചിരിക്കുന്നത് KR മീരയാണ്. ആരാച്ചാർ ആ കൃതി രചിച്ചിരിക്കുന്നത് KR മീരയാണ്. ഓക്കെ.
കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ ബി GV രാജ അവാർഡ്. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്. ഓർത്തു വെക്കുക, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്. ഈ GV രാജയോടുള്ള സ്മരണാർത്ഥമാണ് ഈ അവാർഡ് നൽകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്, അതായത് ഗോദവർമ്മ രാജ. ഓക്കെ. പതിനാറാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. 16-ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓർത്തു വെച്ചോണെ, PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ. അപ്പൊ രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളുടെ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? PSC എപ്പോഴും ചോദിക്കുന്നത് ജാതിക്കുമ്മി, ബാലകലേശം. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി, ബാലകലേശം. ഓക്കെ. അപ്പൊ പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ കേട്ടോ. ജാതിക്കുമ്മി ആരുടെ കൃതിയാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, മറക്കരുത്. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഒഡീഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇവിടെ എന്താണ് ഓർത്ത് വെക്കേണ്ടത്? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ, ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷയിൽ നിന്നുള്ള. ഓക്കെ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓപ്ഷൻ ബി മിസോറാം. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം മിസോറാമാണ്. മണിപ്പൂർ കണ്ട് തെറ്റിക്കരുത് കേട്ടോ, അത് കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ഈ മായും സായും ഒക്കെ വെച്ച് അങ്ങ് ഓർത്ത് വെക്കുക കേട്ടോ. മൊളാസിസിലെ മായും സായും, മിസോറാമിലെ മായും സായും ഒക്കെ വെച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? ഓപ്ഷൻ സി പീർ പാഞ്ചാൽ പാത. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത പീർ പാഞ്ചാൽ പാതയാണ്. ജമ്മു കാശ്മീരിലെ ബനിഹാളിനെയും ഖാസിഗുണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ ഈ പീർ പാഞ്ചാൽ. ജമ്മു കാശ്മീരിലെ ബനിഹാളിനെയും ഖാസിഗുണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ വാതോർജ നിലയം? ഓപ്ഷൻ എ ലംബ. ഇന്ത്യയിലെ വാതോർജ നിലയം ലംബ. വാതോർജ നിലയം എന്ന് വെച്ചാൽ വിൻഡ് ഫാം, അതായത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ, അതാണ് വാതോർജ നിലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വാതോർജ നിലയം ഏതാണ്? ലംബയാണ്.
കക്രപ്പാറ ആണവോർജ നിലയമാണ്. അതുപോലെ മണികരണ് അത് ഭൂതാപോർജ നിലയമാണ്, അതായത് ജിയോ തെർമൽ പ്ലാന്റ്. ഓക്കെ, മണികരൺ ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കക്രപ്പാറ ഗുജറാത്തിലാണ്. അതൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മണികരൺ ഭൂതാപോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അതുപോലെ കക്രപ്പാറ ആണവോർജ നിലയം എപ്പോഴും PSC ചോദിക്കാറുണ്ട്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കക്രപ്പാറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, ഹിമാലയത്തിലെ ലവണജല തടാകം. ഓപ്ഷൻ ഡി രാകാസ്. ഹിമാലയത്തിലെ ലവണജല തടാകം രാകാസ്. ടിബറ്റിൽ മാനസ സരോവറിന് സമീപമുള്ള ലവണജല തടാകമാണ് കേട്ടോ ഈ രാകാസ്. ടിബറ്റിലെ മാനസ സരോവറിന് സമീപത്തുള്ള ലവണജല തടാകമാണ് രാകാസ്. ദാലും വൂളാറും ജമ്മു കാശ്മീരിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ്. ദാലും വൂളാറും ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളാണ്. ഓക്കെ, പിന്നെ ഈ ലോണാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട ഉപ്പ് തടാകമാണ്. ലോണാർ മഹാരാഷ്ട്രയിൽ ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട ലവണജല തടാകമാണ് ലോണാർ. പിന്നെ ഈ വൂളാറിന് വേറൊരു പ്രത്യേകതയുണ്ട്, അത് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ്. ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്, PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറാണേ, ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ. ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിച്ചത്? ഹിമാലയത്തിലെ ലവണജല തടാകമാണ് രാകാസ്. അതുപോലെ ദാലും വൂളാറും ജമ്മു കാശ്മീരിലെ ശുദ്ധജല തടാകങ്ങളാണ്. ലോണാർ മഹാരാഷ്ട്രയിൽ ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട ലവണജല തടാകമാണ് ലോണാർ. അതുപോലെ എന്താണ് ഈ വൂളാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പഠിക്കുമ്പോൾ നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണ്ടേ? ഏതാണ്? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. അത് ഞാൻ പഠിപ്പിച്ചപ്പോഴെപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ശുദ്ധജല തടാകത്തിലെ ഷായും ശാസ്താംകോട്ടയിലെ ഷായും വെച്ചങ്ങ് ഓർത്താൽ മതിയെന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഓക്കെ, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന പാത. ഓപ്ഷൻ എ ഷാഹി പാത. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന പാത ഏതാണ്? ഷാഹി പാത. മൗര്യ സാമ്രാജ്യ കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് ഉത്തരപഥം എന്നാണ്. ഈ ഷാഹി പാത മൗര്യ സാമ്രാജ്യ കാലത്ത് ഉത്തരപഥം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡെന്നും അറിയപ്പെടുന്നത്. ഈ ഷാഹി പാത തന്നെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡെന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത ഷാഹി പാതയാണ്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഓപ്ഷൻ ബി ഡിഗ്ബോയി. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഡിഗ്ബോയി ആണ്. ഡിഗ്ബോയ് സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് കേട്ടോ. അസമിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ഡിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ഡിഗ്ബോയ്. ഡിഗ്ബോയ് സ്ഥാപിതമായത് 1901.
അപ്പോൾ എന്താണ്, എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഡിഗ്ബോയി ആണ്. ഡിഗ്ബോയി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. 1901 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാലയാണ് ഡിഗ്ബോയി. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഓപ്ഷൻ സി ദാല്. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ദാല്. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി അമാൻ സേതു. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതു ആണ്. ഇന്ത്യയും പാക് അധീന കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന അതിർത്തിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതു ആണ്. അമാൻ സേതു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയും പാക് അധീന കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ഇന്ത്യയും പാക് അധീന കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന അതിർത്തിയിലുള്ള പാലമാണ് ഈ അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഹിമാലയം. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്. ഈ പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത് 5 കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. ഓർത്ത് വെച്ചോണേ. പഞ്ചപ്രയാഗ് ഏതൊക്കെയാണ്? പഞ്ചപ്രയാഗ് എന്ന് പറയുന്ന 5 കേന്ദ്രങ്ങളാണ് വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. ഓക്കെ. അപ്പൊ പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ധാർവാർ ശിലകളിൽ. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ധാർവാർ ശിലകൾ. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928 ആണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 കേട്ടോ. ഗുജറാത്തിലെ ബർദോളിയിൽ കർഷക നികുതി വർധനവിനെതിരെ നടന്ന സമരമാണിത് കേട്ടോ. ഗുജറാത്തിലെ ബർദോളിയിൽ കർഷക നികുതി വർധനവിനെതിരെ നടന്ന സമരമാണ് ബർദോളി സത്യാഗ്രഹം. ഓർത്ത് വെക്കുക, ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ഗുജറാത്തിലാണ്. ഓക്കെ. അപ്പൊ ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ഗുജറാത്തിലെ ബർദോളിയിൽ കർഷക നികുതി വർധനവിനെതിരെ നടന്ന സമരമാണ് ബർദോളി സത്യാഗ്രഹം. ഓക്കെ. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് 1857 1857 കലാപകാലത്ത് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് രഹസ്യ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൈമാറാൻ ചപ്പാത്തികളും താമരപ്പൂക്കളും വിതരണം ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇതിങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ.
1857 കലാപകാലത്ത് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് രഹസ്യ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൈമാറാൻ ചപ്പാത്തികളും താമരപ്പൂക്കളും വിതരണം ചെയ്തിരുന്നു. അതാണ് ചപ്പാത്തി പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ എന്താണ് ചപ്പാത്തി പ്രസ്ഥാനം? സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട്. ഓക്കെ, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരിക്കും പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആകുന്നത്. ഡോക്ടർ KN രാജു പ്രധാനമന്ത്രിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയല്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ KN രാജു റിസർവ് ബാങ്ക് ഗവർണറും ആയിട്ടില്ല കേട്ടോ. ഓക്കെ, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ, ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ഓർത്ത് വെച്ചോണേ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ ആരാണ്? ഡോക്ടർ KN രാജ്. അതുപോലെ എന്താണ്? ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ അഗ്രികൾച്ചർ രചിച്ചതാരാണ്? ഡോക്ടർ KN രാജ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് ആരാണ്? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിനെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓർത്തു വെച്ചോണം, അരുണ ആസഫ് അലിനെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഏതു വർഷമാണ്? 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത്? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിനെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ഓക്കെ, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1, 3. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു, ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു, ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ബോംബെ പ്ലാന് 1944 കേട്ടോ നടന്നത്. ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് 1944. ബോംബെ പ്ലാന് ഏത് വർഷമാണ് നടന്നത്? 1944 ബോംബെ പ്ലാന് രൂപപ്പെടുത്തിയത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ്? ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നതിൽ 2ഉം 4ഉം. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു, ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു, ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് കേട്ടോ. ഓക്കെ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായ്. ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത കൗർ ആയിരുന്നേ. ഓർത്തു വെച്ചോണം, ആരോഗ്യ വകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത കൗർ. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആദ്യത്തെ തൊഴിൽ മന്ത്രി ജഗ്ജീവൻ റാം. ആദ്യത്തെ തൊഴിൽ മന്ത്രി ജഗ്ജീവൻ റാം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിലെ
വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായി. ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത കൗർ. ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആദ്യ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ജഗ്ജീവൻ റാം. ഓക്കെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്ത്? ഓപ്ഷൻ ഡി 2, 3. എന്തൊക്കെ കാരണങ്ങളാണ്? വിഘടനവാദന ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനും കേട്ടോ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്തൊക്കെയായിരുന്നു? വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ഓക്കെ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ 1, 2. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളുടെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളുടെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. ഓർത്തു വയ്ക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി. അതുപോലെ തന്നെ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആരായിരുന്നു? സി രാജഗോപാലാചാരി കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. അതുപോലെ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും സി രാജഗോപാലാചാരി ആയിരുന്നു. ഓക്കെ. അപ്പോൾ താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി സി രാജഗോപാലാചാരി. ഓക്കെ. ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 2, 4. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 23 ആണ് എന്ത്? അടിമത്തവും നിർബന്ധിത ജോലിയും തടയല്. അതുപോലെ ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധനം. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ആർട്ടിക്കിൾ 23 പ്രതിപാദിക്കുന്നത് അടിമത്വവും നിർബന്ധിത ജോലി തടയലുമാണ്. അതുപോലെ ആർട്ടിക്കിൾ 24 പ്രതിപാദിക്കുന്നത് ബാലവേല നിരോധനമാണ്. ഓക്കെ. അടിമത്ത നിരോധനം ആർട്ടിക്കിൾ 23, ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ആ പോയിന്റ്സും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി 1, 2, 3, 4. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ്? ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക.
പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. എന്തൊക്കെയാണ്? ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാരത്തിന്റെ സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി 3 മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 4 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 51A ആണ് കേട്ടോ. അപ്പോൾ A രണ്ടിനകത്ത് വരുന്നുണ്ട്. ഭാഗത്തിനകത്തും ആർട്ടിക്കിളിനകത്തും A വരുന്നുണ്ട്. അതൊന്നും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഭരണഘടനയുടെ ഭാഗം A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 51A ആണ്. 51A. രണ്ട് ഭാഗത്തിനകത്തും അനുച്ഛേദത്തിനകത്തും ആ A വരുന്നുണ്ട്. എല്ലാവർക്കും 4ഉം 51 ഒക്കെ അറിയാം. പക്ഷെ ആ Aയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. അത് PSC എപ്പോഴും അങ്ങനെ കൺഫ്യൂഷൻ അടുപ്പിച്ച് ഓപ്ഷൻ ഇടാറുമുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ഭാഗം A പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം എന്താണ്? 51A ആണ്. ഓക്കെ. ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിക്കുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഭാഗം 3 പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭാഗം 4 പ്രതിപാദിക്കുന്നത് എന്താണ്? നിർദ്ദേശക തത്വങ്ങളാണ്. ഭാഗം 4 പ്രതിപാദിക്കുന്നത്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റിട്ടുകൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയാണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ റിട്ടുകളാണ് കേട്ടോ. സുപ്രീം കോടതിക്ക് റിട്ടുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിയുടെ റിട്ടുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 226 ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച്. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 51A ആണ്. ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. ഭരണഘടനയുടെ ഭാഗം 4 പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 226 ആണ്. ഓക്കെ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആലുവ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആലുവയിൽ. ആലുവ സർവമത സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1924. PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആലുവ സർവമത സമ്മേളനം നടന്ന വർഷം ഏതാണെന്ന്? 1924. ഓക്കെ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഏത് വർഷമാണ്? 1917. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷന് 3. ഏതാണ്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് സിറ്റിസൺ ഫോർ ഡെമോക്രസി ആണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്നത് ഇന്ത്യയിലെ ജയപ്രകാശ് നാരായണൻ സ്ഥാപിച്ച സംഘടനയാണ് കേട്ടോ. ഇന്ത്യയിലെ ജയപ്രകാശ് നാരായണൻ സ്ഥാപിച്ച സംഘടനയാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി. അതൊരു അന്താരാഷ്ട്ര സംഘടനയല്ല കേട്ടോ. അപ്പോൾ എന്താണ്? അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് സിറ്റിസൺ ഫോർ ഡെമോക്രസിയാണ്.
സിറ്റിസൺ ഫോർ ഡെമോക്രസി ഇന്ത്യയിൽ ആരാണ് സ്ഥാപിച്ചത്? ജയപ്രകാശ് നാരായണൻ. ഓക്കെ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടുന്നവയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ വാച്ച്. അതും കൂടെ ഓർത്തു വയ്ക്കുക. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടുന്നവ ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ വാച്ച്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3, 4. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരവുമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ചുമത്താവുന്നതാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. എന്താണ് വരേണ്ടത് ഇവിടെ? എന്താണ് വരേണ്ടത്? കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തേണ്ടതില്ല. വെളിപ്പെടുത്താൻ പറ്റുകയില്ല, അത് വെളിപ്പെടുത്തേണ്ടതില്ല കേട്ടോ. അതാണ് കറക്റ്റായിട്ട് വരേണ്ടത്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ എന്താണ്? ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരം നൽകുന്നത് വരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 250 രൂപയാണ് പിഴ. 150 രൂപയല്ല, 250 രൂപയാണ് കേട്ടോ പിഴ. ഓക്കെ. അപ്പോൾ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? 1ഉം 2ഉം. ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാകുന്നു. ഈ 2 പ്രസ്താവനകളാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ഏതാണ്? പ്രത്യേകം ഓർത്തു വെച്ചോണം. ഒന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. PSC എപ്പോഴും ചോദിക്കാറുണ്ടത്. വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ സംഘടന ഏതാണെന്ന്. എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഓക്കെ. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാകുന്നു. ഇത് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. ഏതൊക്കെയാണ്? തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഈ ചോദ്യം മാത്രം എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ 3rd പോയിന്റ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരത്തിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ. പക്ഷേ നമ്മുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീയിൽ വരുമ്പോൾ അത് ചേഞ്ച് ആവുമോ നോക്കാം കേട്ടോ. എൻ്റെ ഒരു അറിവനുസരിച്ച് 1, 2, 4 ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. പക്ഷേ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇത് 4ഉം കൊടുത്തിട്ടുണ്ട്. ഭരണനിർവഹണത്തെ രംഗത്തെ പരിഷ്കരണങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അറിയില്ല. എന്തായാലും ഈ 38ാമത്തെ ചോദ്യം നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. എന്നോട് വേറെ ചിലരും എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പറഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് എന്ന്. ഓക്കെ. അപ്പോൾ നമുക്കത് എന്തായാലും ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നോക്കാവേ. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? ഓപ്ഷൻ സി 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ
ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അതുപോലെ എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം 1949 നവംബർ 26 കേട്ടോ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അംഗീകരിച്ചത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നിലവിൽ വരുന്നത്. അംഗീകരിക്കും ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിൽ വരുന്നത്. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അതുപോലെ ഇന്ത്യ സ്വതന്ത്രമായതെന്നാണ് 1947 ഓഗസ്റ്റ് 15 അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ ഇവിടെ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22. ഓക്കെ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ വി ഹരിനായരാണ്. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ വി ഹരിനായരാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു. അപ്പോൾ നോക്കിക്കേ, സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ വി ഹരിനായർ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഓപ്ഷൻ ബി തെന്മല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല, കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മലയാണ്. തെന്മല കൊല്ലം ജില്ലയിലാണ് കേട്ടോ. തെന്മല കൊല്ലം ജില്ലയിലാണ്. ഓക്കെ. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിലെവിടെയാണ്? ഓപ്ഷൻ ബി എറണാകുളം. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിലെവിടെയാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതമാണ് കേട്ടോ ഇത്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. അതാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത്. എറണാകുളം ജില്ലയിലാണ്. ഓക്കെ. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. ഇതാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്റർ ആണ് നീളം കേട്ടോ. 209 കിലോമീറ്റർ. അതുപോലെ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പയാണ് കേട്ടോ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പയാണ്. 176 കിലോമീറ്റർ ആണ് നീളം. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ചാലിയാറാണ്. ചാർന്ന് പറഞ്ഞാൽ 4 അല്ലേ? ചാർന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചാർന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. അപ്പം ചാലിയാറാണ് നാലാമത്തെ നീളം കൂടിയ നദി എന്ന് ഓർത്താൽ മതിയേ. 1ഉം 2ഉം എല്ലാവർക്കും അറിയാം. പെരിയാറും ഭാരതപ്പുഴയാന്ന്. 1 പെരിയാറും 2 ഭാരതപ്പുഴയാന്ന്. പിന്നെ മൂന്നാമത്തെ ആളെ നമ്മുടെ സ്വന്തം പമ്പാ നദിയാണല്ലേ. നമ്മുടെ അയ്യപ്പൻ്റെ പമ്പാ നദിയാണെന്ന് ഓർത്താൽ മതി മൂന്നാമത്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പ. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ചാലിയാർ. ഓക്കെ.
അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ഓപ്ഷൻ സി വാണിജ്യ സംഘം. അഞ്ചുവണ്ണം എന്താണ്? വാണിജ്യ സംഘം. ഈ അഞ്ചുവണ്ണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വാണിജ്യം എന്നുള്ളൊരു ഫീൽ കിട്ടുന്നില്ലേ? അഞ്ചുവണ്ണം, വാണിജ്യം, ജായൊക്കെ ചേർത്ത്. അഞ്ചുവണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘം. അതങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയേ. ഓക്കെ, അഞ്ചുവണ്ണവും പിന്നെ വാണിജ്യ സംഘങ്ങൾ, പണ്ടത്തെ വാണിജ്യ സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും ഉണ്ട് കേട്ടോ. വേറൊരെണ്ണം മണിഗ്രാമമാണ്. വാണിജ്യ സംഘങ്ങൾ അഞ്ചുവണ്ണവും മണിഗ്രാമവും. മധ്യകാല കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രശസ്തമായ ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം സംഘങ്ങളിലൊന്നാണ് അഞ്ചുവണ്ണം. ഓക്കെ, അഞ്ചുവണ്ണം എന്നാൽ വാണിജ്യ സംഘമാണ്. മലയാള സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? ഓപ്ഷൻ ഡി JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? JC ഡാനിയലിനെ. ആദ്യ മലയാള സിനിമയായ വിഗതകുമാരൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ഈ JC ഡാനിയലാണ് കേട്ടോ. ആദ്യ മലയാള സിനിമ ഏതാണ്? വിഗതകുമാരൻ. ഇത് 1928 നിർമ്മിച്ച് സംവിധാനം ചെയ്തത് നമ്മുടെ JC ഡാനിയലാണ്. ഓക്കെ, JC ഡാനിയൽ അവാർഡ് 2024 ലഭിച്ചത് നടി ശാരദയ്ക്കാണ്. JC ഡാനിയൽ അവാർഡ് 2024 ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാമു കാര്യാട്ടാണ്. അതെപ്പോഴും ബേസ് ചോദിക്കാറുണ്ട്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണെന്ന്? രാമു കാര്യാട്ട്. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് നമ്മുടെ ചെമ്മീൻ കേട്ടോ. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. ഓക്കെ, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ഓപ്ഷൻ എ കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ് കേട്ടോ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കേരളത്തിലെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ഓർത്ത് വെച്ചോണേ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പല്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിലെ ഔദ്യോഗിക ഫലം ചക്ക. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. ഓക്കെ, പ്രാചീന തുറമുഖമായ മൂഫിറസ് ഇതിൽ ഏത് സ്ഥലമാണ്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. പ്രാചീന തുറമുഖമായ മൂഫിറസ് ഇതിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ സി പാലക്കാട്. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് കേട്ടോ. ഓക്കെ, താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയുമാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയുമാണ്. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കുടകിനെയും, അതായത് കണ്ണൂരിനെയും കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കുടകിനെയും, അതായത് കർണാടകത്തിലെ കുടകിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഓപ്ഷൻ ബി സർവീസസ്. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. ഓക്കെ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. 1940 പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലാണ്. 1940 ആരംഭിച്ചത്. ഓക്കെ, സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി.
സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് 1907 കേട്ടോ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചത് 1907. 1907. ഓക്കെ. ആഴമേറും നിന്മഹസ്താം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. ആഴമേറും നിന്മഹസ്താം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. ദൈവദശകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതിയാണ് ദൈവദശകം. ദൈവദശകത്തിലെ വരിയാണ് ആഴമേറും നിന്മഹസ്താം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓക്കെ. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. ബാക്കിയുള്ളത് കറക്റ്റ് ചെയ്ത് പറയാം. VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഓർത്തു വയ്ക്കുക. കറക്റ്റ് ചെയ്ത് പറയുവാണ്. VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഓക്കെ. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി 2, 4. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ, സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ നോക്കിക്കേ, പ്രാചീന മലയാളവും ആദിഭാഷയും ആരുടെ രചനകളാണ്? ചട്ടമ്പി സ്വാമികളുടെ. ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ് പ്രാചീന മലയാളം ആദിഭാഷ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമിയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാ? ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ, സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പ്രാചീന മലയാളം ആദിഭാഷ ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ. ഇനി നോക്കിക്കേ, ഈ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. ഓർത്തു വെച്ചോണം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ഓർത്തു വെക്കുക. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയതാര്? ഓപ്ഷൻ എ ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയതാരാണ്? ഡിലനോയി. കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1741 കേട്ടോ. കുളച്ചൽ യുദ്ധം നടന്നത് 1741. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും 1741 നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പൊ നോക്കിക്കേ, എന്താണ്? കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധം നടന്നത് 1741. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഓക്കെ.
ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി മാപ്പിള കലാപം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷന് 1, 3. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി 1, 2. പരസ്പര ബന്ധമില്ലാത്തത് മാവിലത്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ. മാവിലത്തോട് പഴശ്ശിരാജ മരിച്ച സ്ഥലമാണ്. മണ്ണടി വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. മാവിലത്തോട് പഴശ്ശിരാജ മരിച്ച സ്ഥലമാണ്. മണ്ണടി വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏതാണ്? മാവിലത്തോട് വേലുത്തമ്പി ദളവ, മണ്ണടി പഴശ്ശിരാജ. അത് ഓർത്ത് വെച്ചോണം. എന്താണ്? മാവിലത്തോട് പഴശ്ശിരാജ മരിച്ച സ്ഥലമാണ്. മണ്ണടി വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ, കറക്റ്റായിട്ട്. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമുള്ളവയാണ് ക്വിറ്റ് ഇന്ത്യ കീഴരിയൂർ ബോംബ് കേസ്, മാപ്പിള ലഹള, കാർഷിക മുന്നേറ്റം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം. ഓക്കെ, ഇതാദ്യം ഇതിലെ വർഷങ്ങളൊന്ന് എഴുതിയിട്ട് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാവേ. ഓക്കെ. മൊറാഴ സമരം നടന്നിരിക്കുന്നത് 1940-ലാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809-ലാണ്. പൂക്കോട്ടൂർ കലാപം നടന്നിരിക്കുന്നത് 1921-ലാണ്. കുറിച്യ കലാപം നടന്നിരിക്കുന്നത് 1812-ലാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ. മൊറാഴ സമരം 1940, കുണ്ടറ വിളംബരം 1809, പൂക്കോട്ടൂർ കലാപം 1921, കുറിച്യ കലാപം 1812. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതുമ്പോൾ ഏത് വരും? ആദ്യത 1800, കുണ്ടറ വിളംബരം 1809, 2. പിന്നെ നോക്കിക്കേ, കുറിച്യ കലാപം 1812, അതിവിടെ ഏതാണ്? 4 വരും. പിന്നെ ഏതാണ്? പൂക്കോട്ടൂർ കലാപം 1921, അത് 3-ാം നമ്പറാണ്. ഓക്കെ. മൊറാഴ സമരം 1940, അതേതാണ് ഇവിടെ 1 വരും. അപ്പോൾ നോക്കിക്കേ, കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ 2, 4, 3, 1 എന്നുള്ള ക്രമത്തിൽ വരും. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 2, 4, 3, 1. അപ്പോൾ വർഷങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ എന്താണ്? കുണ്ടറ വിളംബരം 1809, കുറിച്യ കലാപം 1812, പൂക്കോട്ടൂർ കലാപം 1921, മൊറാഴ സമരം 1940. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൻ പൊക്കുടൻ്റെ. കണ്ണൂർ സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തകനും കണ്ടൽക്കാടുകളുടെ സംരക്ഷകനുമായിരുന്നു കല്ലേൻ പൊക്കുടൻ. ഓർത്തു വയ്ക്കുക, കണ്ണൂർ സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തകനും കണ്ടൽക്കാടുകളുടെ സംരക്ഷകനുമായിരുന്നു കല്ലേൻ പൊക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ സി മെലാട്ടോണിൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കേട്ടോ ഈ മെലാട്ടോണിൻ എന്ന് പറയുന്നത്. തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ. കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ ആണ്. അതുപോലെ പാരാതെർമോൺ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതാണ് കേട്ടോ. പാരാതെർമോൺ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതാണ് പാരാതെർമോൺ. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അടിയന്തര ഘട്ട ഹോർമോൺ ആണ്. എപ്പിനെഫ്രിൻ അടിയന്തര ഘട്ട ഹോർമോൺ ആണ്. അപ്പോൾ ആ പോയിന്റ്സും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ.
ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാരീതിയാണ്? ഓപ്ഷൻ സി ക്ഷയം. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാരീതിയാണ്? ക്ഷയത്തിൻ്റെ, അതായത് ട്യൂബർകുലോസിസിൻ്റെ, TB. ക്ഷയത്തിൻ്റെ വേറൊരു പേരാണ് ട്യൂബർകുലോസിസ്, TB എന്ന് പറയും. ഈ ഡോട്ട്സിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോണേ. നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊക്കെ പഠിച്ചതാണ് കേട്ടോ, ഇതെല്ലാം പഠിച്ചതാണ്. ഓക്കെ, നോക്കിക്കേ, ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഡോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ക്ഷയം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ് കേട്ടോ. ഓർഗാനോയിഡ്, ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് ഓർഗനോയിഡ്. ഓർഗനോയിഡ്. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി പയർ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പയറിന്റെ. ഓക്കെ, പയറിന്റെ സങ്കര ഇനങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാവേ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, മഞ്ചരി. ഇതൊക്കെ പയറിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതൊക്കെ ഈ ലോല, മാലികയൊക്കെ PSC സ്ഥിരം ചോദ്യമാണ് ഏതാണെന്ന് കേട്ടോ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, അതുപോലെ ജ്യോതിക, മഞ്ചരി, വൈജയന്തി. ഇതൊക്കെ പയറിന്റെ സങ്കര ഇനങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗ്യലക്ഷ്മി, ലോല, മാലികയാണ്. ഇതൊക്കെ PSC ഈ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി PSC എപ്പോഴും ചോദിക്കുന്ന ഏതിൻ്റെ സങ്കര ഇനമാണെന്ന്? പയറിൻ്റെയാണ് കേട്ടോ. അതുപോലെ വെണ്ടയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ ഒന്ന് പഠിക്കാവേ. PSC സ്ഥിരം ചോദിക്കുന്നത്, എല്ലാം ഞാൻ പറയുന്നില്ല. ഓക്കെ, കിരൺ, അർക്ക, സൽകീർത്തി, അനാമിക, ആനക്കൊമ്പൻ. ഇതെപ്പോഴും PSC ചോദിക്കുന്നതാണ്. വെണ്ടയുടെ സങ്കര ഇനങ്ങൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. അത്രേ ഓർത്ത് വെച്ചോണേ. വെണ്ടയുടെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. ഓക്കെ, അതുപോലെ നെല്ലിൻ്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ കുറേ എണ്ണം ഉണ്ട്, പക്ഷെ ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. PSC പ്രീവിയസ് ഇയർ ചോദിച്ചത് മാത്രം. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ, ജയ, ഭാരതി. ഇതൊക്കെ നെല്ലിൻ്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ്. പവിത്ര, അന്നപൂർണയൊക്കെ PSC സ്ഥിരം ചോദിക്കുന്ന പവിത്ര, അന്നപൂർണ, ജയൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് ഏതാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ജയ, ഭാരതി. ഓക്കെ, ത്രിവേണിയൊക്കെ ഇമ്പോർട്ടൻ്റാണ്. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാവേ. നെല്ലിൻ്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ജയ, ത്രിവേണി, ഭാരതി. ഓക്കെ, അതുപോലെ തെങ്ങിൻ്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളെ അനന്തഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, ചാവക്കാടൻ കുള്ളൻ, മലയൻ ഡ്വാർഫ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് അനന്തഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, ചാവക്കാട് കുള്ളൻ, മലയൻ ഡ്വാർഫ്. ഓർത്ത് വെച്ചോണേ. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളെ അനന്തഗംഗ, ലക്ഷഗംഗ, കേരഗംഗ, ചാവക്കാട് കുള്ളൻ, മലയൻ ഡ്വാർഫ്. ഓക്കെ, മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ലൈക്കനുകൾ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി എ ശരിയാണ്, 6 തെറ്റാണ്. ഇപ്പോൾ നോക്കിക്കേ, പ്രസ്താവന കറക്റ്റാണ്. പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്.
മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗം നടത്താറുണ്ട്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, എയും ഡിയും ശരിയാണ് കേട്ടോ. എയും ഡിയും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ: കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ഓക്കെ, അടുത്ത് കറക്റ്റ് ചെയ്ത് പറയാവേ. തെറ്റായ പ്രസ്താവന ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകൾ ലോമികൾക്കാണ് കേട്ടോ. ലോമികളാണ്, പക്ഷെ സിരകളല്ല. ഇത് ലോമികളാണ് വരേണ്ടത്. ഓപ്ഷൻ ബി. അതുപോലെ കട്ടി കുറഞ്ഞ ഭിത്തി ഉള്ള വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകൾ സിരകളാണ്. അപ്പോൾ ഈ ബിയും സിയും തിരിഞ്ഞു വരും, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതായത് കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകൾ സിരകളാണ്. ഓക്കെ, അപ്പോൾ അതാ ആ ബിയും സിയും തിരിഞ്ഞു വരും. അതായത് ബി എന്നുള്ളതാണ് ലോമികൾ, സിക്ക് വരേണ്ടത് സിരകളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാവേ. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ കുഴലുകളാണ് ലോമികൾ. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് സിരകൾ. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി, വിറ്റാമിൻ ഡി. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. ഓക്കെ, വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത് എന്താണ്? സൺഷൈൻ വിറ്റാമിൻ എന്നാണ്. അതായത് എന്താ, വിറ്റാമിൻ ഡി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് അല്ലേ. വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത് സൺഷൈൻ വിറ്റാമിൻ എന്നാണ്. കാരണം എന്താണ്? ഈ വിറ്റാമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നിർമ്മിക്കുന്ന എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അത് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. സൺഷൈൻ വിറ്റാമിൻ. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി HP-യിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി ഡാഷ് വാട്ടാണ്. എത്രയാണ്? ഓപ്ഷൻ ബി, 746 വാട്ട് കേട്ടോ. പവറിന്റെ SI യൂണിറ്റ് ആണ് വാട്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ HP-യിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ട്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? റേഡിയം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് റേഡിയമാണ് കേട്ടോ. റേഡിയം. ഓക്കെ, ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസ് അല്ലാത്തത് എന്താണ്? സിലിക്കൺ ആണ് കേട്ടോ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്? സിലിക്കൺ ആണ് കേട്ടോ. ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങളെ. അതിൻ്റെ കോഡ് നമ്മുടെ ഷോർട്സിലുണ്ട്, നിങ്ങളത് നോക്കി പഠിച്ചോണം കേട്ടോ. ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ കേട്ടോ. അതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം സിലിക്കൺ ആണ്. ഓക്കെ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി, 2000 ഹെർട്സ്. അതായത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് കേട്ടോ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദങ്ങൾ. അപ്പം നോക്കിക്കേ, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ വരുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ 2000 ഹെർട്സ് ആണ്. അപ്പോൾ അതാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക,
20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദങ്ങളാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 20നും 20,000നും ഇടയിൽ വരുന്ന ഏതാണ്? 2000 ഹെർട്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 2000 ഹെർട്സ്. ഇനി അടുത്തെന്താണ്? C12, C13, C14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ C12 ആണ് കേട്ടോ. കാർബൺ 12 ആണ്. കാർബൺ 12 ആണ്. അതായത് എന്താണ്? C12, C13, C14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് കാർബൺ 12 ആണ് കേട്ടോ. C12 ആണ്. ഓക്കെ. അടുത്തത് വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജ്ജം. സ്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ഥിതികോർജ്ജം ഓർക്കുക കേട്ടോ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി. വസ്തുക്കൾക്ക് ചലനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. വസ്തുക്കൾക്ക് ചലനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം. സ്ഥാനം മൂലമുണ്ടാകുന്നത് സ്ഥിതികോർജ്ജവും ചലനം മൂലമുണ്ടാകുന്നത് ഗതികോർജ്ജവുമാണ് കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്? വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. വസ്തുക്കൾക്ക് ചലനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഓക്കെ. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ജലത്തിന്റെ വ്യാപ്ത ഏറ്റവും കുറയുന്നതും സാന്ദ്രത ഏറ്റവും കൂടുതലും ഈ 4 ഡിഗ്രി സെൽഷ്യസിനാണ്. വ്യാപ്ത ഏറ്റവും കുറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലെ, വ്യാപ്തം കുറയുന്നതും സാന്ദ്രത കൂടുന്നതും ആയത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഏതാ? 4 ഡിഗ്രി സെൽഷ്യസ്. സാന്ദ്രത ഏറ്റവും കൂടുമ്പോൾ എന്താണ്? വ്യാപ്ത ഏറ്റവും കുറവ്. വ്യാപ്ത ഏറ്റവും കുറവുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പ്രകൃതിദത്ത പോളിമർ ഏതാണ്? ഓപ്ഷൻ ബി സെല്ലുലോസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ് ആണ് പ്രകൃതിദത്ത പോളിമർ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. സെല്ലുലോസ് കൊണ്ടാണ് കേട്ടോ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് പ്രകൃതിദത്തമാണ് കേട്ടോ. പോളിത്തീന്, നൈലോൺ, ബേക്കലൈറ്റ് ഇതൊക്കെ കൃത്രിമമായി നിർമ്മിക്കുന്നവയാണ് കേട്ടോ. കൃത്രിമമായി നിർമ്മിക്കുന്ന പോളിമറുകളാണ് പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ് ഒക്കെ. മറ്റേന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത പോളിമർ എന്ന് പറയുമ്പോൾ അത് സെല്ലുലോസ് ആണ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ ഉൽപ്പതനം. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഉൽപ്പതനം. കർപ്പൂരം, നാഫ്തലിനൊക്കെ ഉദാഹരണങ്ങളാണ്. കർപ്പൂരമൊക്കെ കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് അങ്ങോട്ട് വാതക രൂപത്തിലേക്കല്ലേ മാറുന്നത്. കർപ്പൂരം കത്തിക്കുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ കത്തിക്കും. നമ്മൾ വീട്ടിലൊക്കെ ഇടയ്ക്ക് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കർപ്പൂരം വീട്ടിലൊക്കെ കത്തിക്കാറുണ്ടല്ലോ. അമ്പലത്തിലൊക്കെ കർപ്പൂരം കത്തിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കർപ്പൂരം കത്തിക്കുന്ന ഉടനെ അത് നേരിട്ട് വാതകമായി മാറുവാണ്. അതെപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഉൽപ്പാദനത്തിന് ഉദാഹരണമാണ് കർപ്പൂരം. ഓക്കെ, അപ്പോൾ എന്താണ്? ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉൽപ്പതനം. ഉൽപ്പതനത്തിന് ഉദാഹരണം എന്താണ്? കർപ്പൂരം, നാഫ്തലിനൊക്കെ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഇതിൻ്റെ മാത്സിലെ 20 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി എല്ലാവരും കാണുക, പഠിക്കുക. കണ്ടാൽ മാത്രം പോരെ, പഠിക്കണം കേട്ടോ. കാരണം ഇനി വരുന്ന എക്സാമുകൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അതേ ദിവസം നടന്ന സെക്കൻഡ് ഷിഫ്റ്റിലെ എക്സാം ക്യാൻസൽ ആയിട്ടുണ്ട്. അവർ വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്ക് പരീക്ഷ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങളുടെ പഠിത്തം മുടക്കാതെ, ആ എക്സാം പോയതോർത്ത് വിഷമിച്ചിരിക്കാതെ നന്നായിട്ട് തന്നെ നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഷിഫ്റ്റിലേക്കുള്ളത് 3rd സ്റ്റേജ്, 4th സ്റ്റേജ്, 2nd സ്റ്റേജ് നടക്കാതെ പോയതുകൊണ്ട് അതിനുള്ളവർ നന്നായിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക. ഈ എക്സാം എനിക്ക് തോന്നുന്നു നല്ല ഈസി ആയിട്ടുള്ള എക്സാം അല്ലായിരുന്നു പിള്ളേരിത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയുള്ള ബാക്കിയുള്ള എക്സാമുകളും നന്നായിട്ട് തന്നെ ഈസി ആയിട്ട് വരട്ടെ. 2nd സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സങ്കടം വന്നു പോയി. കാരണം നല്ല ഈസി എക്സാം ആയിരുന്നു. ആ എക്സാം നിങ്ങൾക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് ലക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നന്നായിട്ടത് നല്ലവണ്ണം പാസ്സാവാൻ പറ്റുന്ന നല്ലൊരു എക്സാം ആയിരുന്നു. നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ചോദ്യപേപ്പർ ആയിരുന്നു. പക്ഷേ എന്നാ ചെയ്യാനാ, അതങ്ങോട്ട് റദ്ദായി പോയില്ലേ, ലീക്കായി പോയി, ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു. സോറില്ല, ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല.
അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഈസി ആവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റഡി വിൻ PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ടൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട്. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ പറ്റുന്നവർ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീ, ഫൈനൽ ആൻസർ കീ ഒക്കെ വെച്ച് മാർക്ക് ചെയ്ത PDFകൾ കിട്ടും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പിന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്നൊന്ന് അറിയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് August 1 തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ, വെറും 600 രൂപ മാത്രം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരിക്കും. GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അത് മുഴുവൻ നമുക്ക് പഠിക്കാം. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്